ഹേ ഗായ്സ്, ഒരുപാട് നാളല്ലേ കണ്ടിട്ട്. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് 7 പീസ് ഓഫ് ഇൻക്യുബേഷൻ. ഇൻക്യുബേഷന്റെ ടൈമിൽ ഓവറോൾ ആയിട്ട് നമ്മൾ ഇൻക്യുബേഷന് മുമ്പും ഇൻക്യുബേഷന്റെ ടൈമിലും ഇൻക്യുബേഷൻ കഴിഞ്ഞിട്ടും ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങൾ അതിനെ നമുക്കൊരു 7 പീസ് ആയിട്ട് കാറ്റഗറൈസ് ചെയ്യും. ഫസ്റ്റ് വൺ, ഓൾവേസ് ആസ് യൂഷ്വൽ പ്രിപ്പറേഷൻ. ഒന്ന് നമ്മളെ തന്നെ പ്രിപ്പയർ ചെയ്യണം. അതായത് നമ്മൾ റെഡി ആയിരിക്കണം ഇൻക്യുബേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. അതിന്റെ പ്രൊസീജിയർ എന്തൊക്കെയാണ് കാര്യങ്ങൾ എന്നുള്ള കാര്യങ്ങൾ, പ്ലാൻ, ഒരു ബാക്കപ്പ് പ്ലാൻ, ഇതൊക്കെ വെച്ചിട്ട് നമ്മൾ പ്രിപ്പയർ ചെയ്യണം. ഇൻ കേസ് ഇൻക്യുബേഷൻ ഡിഫിക്കൽട്ട് ആണെങ്കിൽ എന്തൊക്കെ ചെയ്യും, അതിന് ഓൾട്ടർനേറ്റീവ്സ് എന്തെങ്കിലും ഉണ്ടോ എന്നുള്ള കാര്യങ്ങൾ. പിന്നെ വരുന്നത് പ്രിപ്പയർ ദി പേഷ്യന്റെ കൺസെന്റ് കാര്യങ്ങളൊക്കെ, എഡ്യൂക്കേഷൻ, ഈ എക്സ്പ്ലെയിൻ ദി പ്രൊസീജിയർ, ഇങ്ങനത്തെ കാര്യങ്ങൾ, ഫാമിലി മെമ്പേഴ്സുകളുടെ ഡിസ്കഷൻ, അങ്ങനത്തെ കാര്യങ്ങൾ, പിന്നെ എവിക്കാനുള്ള കാര്യങ്ങളൊക്കെ പ്രിപ്പയർ ചെയ്യുക. പിന്നെ പ്രിപ്പയർ ദി എക്വിപ്മെന്റ്സ്, ഇന്റുബേഷന് ആവശ്യമായിട്ടുള്ള ET ട്യൂബ്, എൻഡോട്രോക്കിയൽ ട്യൂബ്, അവർക്ക് ആവശ്യമുള്ള സൈസ്, അതിനേക്കാളും ഒരു സൈസ് കൂടുതൽ, ഒരു സൈസ് കുറവ്. അങ്ങനെ ഇന്റുബേഷന് ആവശ്യമുള്ള ET ട്യൂബ്, ലാരിഞ്ചോസ്കോപ്പ് പ്രവർത്തിക്കുന്നുണ്ടോ, സക്ഷൻ, ബൂജി, ആംബോ ബാഗ്, ഇതൊക്കെ റെഡിയാക്കി വെക്കുക. പിന്നെ മെഡിസിൻസ് ആവശ്യമുള്ള കാര്യങ്ങളൊക്കെ ഓൾറെഡി എടുത്ത് വെക്കുക. ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് പ്രിപ്പറേഷൻ ഫേസിൽ വരുന്നത്. ഇനി അടുത്തതാണ് പ്രീ ഓക്സിജനേഷൻ. 3 to 5 മിനിറ്റ്സ് ഹൈ ഫ്ലോ ഓക്സിജനിൽ നമ്മൾ പ്രീ ഓക്സിജനേറ്റ് ചെയ്യണം. യൂഷ്വലി ഒരു ബാക്ക് മാസ്ക് വെന്റിലേഷൻ ആണ് യൂസ് ചെയ്യുന്നത്. നമുക്ക് വേണ്ടിക്കില് ഹൈ കോൺസെൻട്രേഷൻ മാസ്ക് വെച്ചിട്ടും ബാഗ് ചെയ്യാവുന്നതാണ്. പക്ഷെ ഏറ്റവും യൂഷ്വലി